ഈ രാത്രി വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ ഈ നിമിഷം വരെ പരിപാലിച്ച കൃപകൾ ഓർത്ത്, അതിലുപരിയായി നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിപ്പാനിടയായതോർത്ത് ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും നന്ദിയോടെ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ഈ ലോകപ്രകാരമുള്ള ആഘോഷങ്ങളല്ലല്ലോ വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയും എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ ഈ രാത്രി നമ്മൾ ആരാധിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നാം സങ്കീർത്തനം വായിച്ച് തിരുവചനത്തിൽ നിന്ന് കേൾപ്പാനായിട്ട് പോകുകയാണ്. അതിനുവേണ്ടി കർത്താവിന്റെ വിലപ്രദാസൻ പാസ്റ്റർ തോമസ് ജോർജ് അവറുകളെ ക്ഷണിക്കുന്നു. 24-ാം സങ്കീർത്തനമായിരിക്കും വായിക്കുന്നത്. സാംസ് 24. നമുക്ക് സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 24-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ മുഴുവനായിട്ട് വായിക്കുകയാണ്. വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ വായിക്കുവാൻ ആരംഭിക്കുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സന്ധ്യ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വർഷത്തിന്റെ ആരംഭം മുതൽ അവിടുത്തെ ദൃഷ്ടിയും ആലോചനയും അടികളോട് കൂടെ ഇരുന്ന് അടികളെ ഈ ഡിസംബർ മാസത്തിന്റെ 25-ാം ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തിനും കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയും വിശുദ്ധ സഭായോഗമായി അവിടുത്തെ മക്കൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. അവിടുന്ന് അടികൾക്ക് നൽകി തന്ന തിരുവചന ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിൽ ചിന്തിപ്പാൻ അവിടുന്ന് കൃപ തരുമാറാകണമേ. തിക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേട്ട് ഉത്തരം അരുളുമാറാകണമേ. രാത്രി നാം വായിച്ച വേദഭാഗം 24-ാം സങ്കീർത്തനമാണ്. 24-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന് മുമ്പായിട്ട് നാം ചിന്തിക്കുന്നെങ്കിൽ 22, 23, 24 സങ്കീർത്തനങ്ങൾ ഇത് ഒന്നിനോടൊന്ന് യോജിച്ച് കിടക്കുന്ന സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 22-ാം സങ്കീർത്തനം ഒരു മശിഹാ സങ്കീർത്തനമാണ്. ആദാമ്യ സന്തതിയുടെ വീണ്ടെടുപ്പുകാരനായി ആദാമിന്റെ സന്തതിയെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് രക്ഷിതാവായി വരാൻ പോകുന്ന മശിഹയുടെ വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ പരിശുദ്ധാത്മാവിൽ ദർശിച്ചുകൊണ്ട് അഭിഷിക്തനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനത്തെ ഒരു ഇടയനെ പോലെ ഈ ഭൂമിയിൽ നടത്തി പരിപാലിക്കുന്ന, പോഷിപ്പിക്കുന്ന ഒരു ഇടയനെ പോലെ തന്റെ ആടുകളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ദാവീദ് രാജാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ ദാവീദ് രാജാവ് തന്നെയാണ് 24-ാം സങ്കീർത്തനവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മഹത്വത്തിന്റെ രാജാവായി ശത്രുവിനെ എന്നേക്കും കാൽ കീഴാക്കിയിട്ട് ഈ ഭൂമിയിൽ മഹാരാജാവായി വാഴുവാൻ വരുന്ന ഒരു രാജാതി രാജാവിനെ, ഒരു കർത്താതി കർത്താവിനെ 24-ാം സങ്കീർത്തനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ദാവീദ് രാജാവ് പരിശുദ്ധാത്മാവിൽ വരച്ചു കാട്ടുകയാണ്. ഇന്ന് രാത്രി നാം വായിച്ച 24-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
ആമേൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ ഇന്ന് ലോകം കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞു, ആമേൻ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഇടയന്മാർ പോയി ബേത്ലഹേമിൽ പോയി ശിശുവിനെയും അമ്മയെയും കണ്ടു. അതിന്റെ അർത്ഥം ബേത്ലഹേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ആമേൻ ആദാമ്യ സന്തതിയെ രക്ഷിപ്പാനായി ഉദിച്ചുയർന്ന ഒരു ഉദയ നക്ഷത്രം. ആമേൻ ഈ ലോകത്തിന്റെ വിപ്ലവങ്ങളൊക്കെയും അത് ഉരുക്കുമുഷ്ടി കൊണ്ടും ആമേൻ ബോംബുകൾ കൊണ്ടും തോക്കുകൾ കൊണ്ടും വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ ഇതാ ആമേൻ ബേത്ലഹേമിൽ ഉദിച്ചുയർന്ന ഉദയ നക്ഷത്രം മനുഷ്യ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് സ്നേഹത്തിലൂടെ ഇന്നും ഓരോ ഹൃദയങ്ങളെയും ഓരോ രാജ്യങ്ങളെയും വിശ്വസിക്കുന്ന ആൺമക്കളെയും പെൺമക്കളെയും ഓരോരുത്തരെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമാണ് ആ നക്ഷത്രത്തിന്റെ മുഖമുദ്ര. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ വിപ്ലവങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അനേകം മനുഷ്യരെ ജാതിയും മതവും വംശവും വർഗവും വർണ്ണവും പറഞ്ഞ് ഈ ലോകത്തിൽ തള്ളിക്കളയുമ്പോൾ ഇതാ വർണ്ണങ്ങളില്ലാതെ വംശങ്ങളെ നോക്കാതെ ജാതികളെ നോക്കാതെ പാപിയെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് വലിയൊരു വിപ്ലവത്തെ ഇന്ന് രാത്രി ഇതിലൂടെ കാണുവാനായി കഴിയുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആമേൻ ബലത്തിനോ ശക്തിക്കോ പ്രതാപത്തിനോ ധനത്തിനോ മഹിമകൾക്കോ ഒരു ശക്തിക്കുമോ മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുവാനായി കഴിയത്തില്ല. എന്നാൽ സ്നേഹത്തിനു മാത്രമേ, യഥാർത്ഥമായ ദൈവ സ്നേഹത്തിനു മാത്രമേ മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുവാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്താൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുമ്പോൾ സ്നേഹമാണല്ലോ ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് സ്നേഹമാകിയാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അവന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ ഒന്നാമത്തെ വാക്യത്തിൽ പറയാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമി ദൈവത്തിൻ്റെതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സകല നന്മകളുടെയും സകല സമ്പത്തിന്റെയും ഉടമസ്ഥൻ അതിന്റെ സൃഷ്ടിതാവായ ദൈവമാകുന്നു എന്ന് ഒന്നാം വാക്യത്തിൽ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലോക നിവാസികളും നാം ഇന്ന് ദൈവസല്ലായിരിക്കുന്ന നാമും ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരും ഒരുപോലെ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ സകല സൃഷ്ടികളുടേതുമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ കൂടാതെ ഭൂമിക്ക് നിലനിൽപ്പില്ല. ആമേൻ. ഭൂമിയിലുള്ള മനുഷ്യർക്കും നിലനിൽപ്പില്ല. ആമേൻ. ദൈവം മനുഷ്യനെ ഒരു ആശ്രയമുള്ളവരായി ആശ്രയജീവിയായി ആമേൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലത്തിലെ നിവാസികളും ദൈവത്തിനുള്ളത്. നാം ഒന്നുകൂടെ കടന്നു ചിന്തിക്കുമ്പോൾ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിനുള്ളവരാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്തയൊന്ന് ആഴമായി ഇറങ്ങേണ്ടത് ആവശ്യമായിരിക്കുന്നു. നാം കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ കേരളക്കരയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് 26% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് 18 ചുരുങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എവിടെയോ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കാരണം ദൈവസ്നേഹം നമ്മിൽ നിന്ന് ദിനം പ്രതി കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇവിടെ ദൈവവചനത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല നിവാസികളും ദൈവത്തിൻ്റെതാണ്. പാപികളായാലും ഏതു മാർഗത്തിൽ പോകുന്നവരായാലും ദൈവമില്ലാത്തവരായാലും ദൈവത്തിന്റെ മക്കളാണ്.
പിന്നെ എന്തുകൊണ്ട് നാം നമ്മുടെ ചിന്തകൾക്കും ചിന്താഗതികൾക്കും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല? നാം പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും നമ്മിൽ തന്നെ ചുരുങ്ങുകയാണ്. നമുക്ക് തന്നെ ചുരുങ്ങുകയാണ്. അതുകൊണ്ട് നാം കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും പറയുകയാണ്, രണ്ടാം വാക്യത്തിൽ പറയുന്നു, ദൈവം സൃഷ്ടിച്ച ഭൂമിയെ അവൻ എങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ഭൂമിയെ ഫലപുഷ്ടമാക്കി തീർക്കുവാൻ, കൃഷിക്ക് യോഗ്യമാക്കി തീർക്കുവാൻ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന പക്ഷിയും മൃഗാദികൾക്കും മനുഷ്യർക്കും ആവശ്യത്തിനുള്ള ആഹാരം ലഭിക്കുവാൻ അതിലെ എല്ലാ നന്മകളെയും ഉൽപ്പന്നങ്ങളെ നിറച്ചിരിക്കുകയാണ്. ഭൂമിയുടെ സമ്പത്ത് ഇന്നും മനുഷ്യൻ ചൂഷണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതിന് എത്ര അതിനകത്ത് മഹത്വമുണ്ടെന്ന്, എത്ര നന്മയുണ്ടെന്ന്, ഇനി എന്തെല്ലാം സമ്പത്ത് ഭൂമിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കാരണം ദൈവം അതുപോലെ സമ്പന്നമായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നാം ചിന്തിക്കണം. ഞാൻ ഭൗതികവാദിയാണെന്ന് പറയല്ലേ, ഞാൻ ഭൗതികത്തിന് വാദിയല്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം ഭൗതികം കൂടാതെ ആത്മീയമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. ഭൗതികം ഒരാളെ ഏൽപ്പിക്കുന്നത് എന്തിനാണ്? അത് നന്നായി വിനിയോഗിപ്പാനാണ്. അത് നമുക്ക് വേണ്ടി കൂട്ടിവയ്പ്പാനല്ല. നാം ലോകത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഭൂമിയിലെ സമ്പത്തൊക്കെയും 60% ആൾക്കാർ 60% ആൾക്കാർ ഒന്നുമില്ലാത്തവരായിരിക്കുമ്പോൾ 30% ആൾക്കാർ ലോകത്തിന്റെ സകല സമ്പത്തും കൊണ്ട് സകലതും നേടുന്നു. നാം ഏത് വസ്ത്രം ധരിക്കണമെന്ന് നാം സെലക്ട് ചെയ്യുമ്പോൾ ഓർക്കുക, ഒരു വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെന്ന്. നാം നമ്മുടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്യുവാൻ സ്ഥലം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് ഗ്യാരേജിൽ ഇടുമെന്ന് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുക, നടന്നു പോകുവാൻ പോലും അല്ലെങ്കിൽ സൈക്കിളിൽ പോകുവാൻ ഒരു സൈക്കിൾ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. നാം മനോഹരമായ ഭവനങ്ങളിൽ താമസിക്കുമ്പോൾ ഒരു ഭവനമില്ലാത്ത എത്രയോ പേരുണ്ട്. നാം ആഹാരം ശേഷിക്കുമ്പോൾ ശേഷിച്ച വേസ്റ്റിൽ കൊണ്ട് കളയുമ്പോൾ ഒരു നേരത്തെ ആഹാരമില്ലാത്ത കോടിക്കണക്കിന് ജനം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഭൂമിയിലെ നിവാസികൾ ആരുടെ മക്കളാ? ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ മക്കളാ. നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരണം, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരണം. കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാമല്ലോ, ആ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രഭാഷണം കേൾക്കുവാൻ കടന്നു വന്ന സമൂഹത്തെ കണ്ട് അവരെ വിശന്നവരായി ദാഹിച്ചവരായി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കാതെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നതായി നാം കണ്ടു. നാം അത് പ്രസംഗിക്കും. എന്നാൽ ആ ഭക്ഷണമില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നാം ചിന്തിക്കുന്നുണ്ടോ? വെള്ളമില്ലാത്തവർക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുവാൻ നാം തുനിയുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തുവിനെ നാം പ്രസംഗിച്ചാൽ 26-18 18-10 കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. ദൈവം ദർശനം തന്ന നാം ഈ നാളുകളിൽ പ്രവൃത്തികളിലൂടെ ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. കാര്യം ശരിയാ, പ്രവൃത്തി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയയില്ല. വിശ്വാസത്താലുള്ള നീതീകരണം ലഭിച്ച ദൈവ പൈതലേ, ഈ വിധത്തിൽ ക്രിസ്തുവിനെ നാം പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ അനുവർത്തിച്ചു കാണുവാൻ, പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുവാൻ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത വേദഭാഗത്തേക്ക് കടന്നു വരാം. അതായത് 1-2 വാക്യത്തിൽ നാം കാണുന്നത് a sovereign God, everything belongs to God. നമുക്കൊന്നും ക്ലെയിം ചെയ്യുവാനില്ല, നമുക്കൊന്നും അവകാശപ്പെടുവാനില്ല. ഇത് നമ്മുടേതല്ല. ഇതൊന്നും നമ്മുടേതല്ല, ഇതല്ല ദൈവത്തിന്റെ അവകാശം. അടുത്ത വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോ 3 മുതലുള്ള വേദഭാഗം വായിക്കാം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ,
വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളം സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും. ആമേൻ. അടുത്ത വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. ആമേൻ. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇസ്രായേൽ മക്കളെ, ഒന്നുകൂടെ പറഞ്ഞാൽ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യാക്കോവിന്റെ സന്തതികളെ, യാക്കോവിന്റെ തലമുറകളെ ആമേൻ അവിശുദ്ധ പർവ്വതത്തിൽ കൊണ്ട് അവിടുന്ന് ആക്കി അതിനെ അവർക്ക് ശാശ്വത അവകാശമായി കൊടുത്ത് ആമേൻ അവർക്ക് പ്രത്യേക പദവി കൊടുത്ത ദൈവം ആമേൻ ഇവിടെ 3-ാം വാക്യത്തിൽ പറയുക, ഹല്ലേലൂയ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും. ആമേൻ. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ബേത്ലഹേമിൽ ഉദിച്ചുയർന്ന ആ നക്ഷത്രത്തിന്റെ കീഴിൽ ആമേൻ അവിടെ ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച ആമേൻ നസ്രനായ യേശുവിന്റെ സ്നേഹം, ഹല്ലേലൂയ, സ്നേഹത്തിലേക്ക് നമ്മെ ഹല്ലേലൂയ വിളിച്ചു വേർതിരിച്ച ക്രിസ്തു ഇന്ന് രാത്രി നമ്മോട് ഓരോരുത്തരോട് ചോദിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഓ, എന്റെ പർവ്വതത്തിൽ ആർ കയറും, എന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കൈ വെടിപ്പുള്ള കൈയാണോ? നമ്മുടെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്? ആമേൻ. ദരിദ്രനെ കാണുമ്പോൾ ദയയുള്ള മനസ്സാണോ? വസ്ത്രമില്ലാത്തവനെ കാണുമ്പോൾ ഉടുപ്പിക്കുന്ന മനസ്സാണോ? ആമേൻ. ഭവനമില്ലാത്തവന് ഭവനം കൊടുക്കുന്ന മനസ്സാണോ? കള്ളസാക്ഷ്യം ചെയ്യാത്ത ഇരിക്കുന്നവനാണോ? നാം ചിന്തിക്കണം. നാം ഏത് മാർഗമാണ് പ്രസംഗിക്കുന്നത്? നാം ഏത് മാർഗമാണ് പിൻപറ്റുന്നത്? നാം ഏത് ക്രിസ്തുവിനെയാണ് പിൻപറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ആമേൻ, വിശുദ്ധിയിൽ ഭയങ്കരനെ, സർവശക്തനെ, സർവത്തിന്റെയും ഉടമസ്ഥനായവനെ, സർവത്തിന്റെയും യജമാനനായവനെ നാം അംഗീകരിക്കാമെ പിൻപറ്റുമ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കുക, ഞാൻ എങ്ങനെ അവന്റെ പർവ്വതത്തിൽ കയറും? ഞാൻ എങ്ങനെ അവന്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കും? അവനോടുകൂടെ നിൽക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ഇന്ന് രാത്രി നാം ചിന്തിക്കുക. ആമേൻ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏവിധമായിരിക്കുന്നു? ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ ക്രിസ്തു, അങ്ങനെയുള്ള ഒരു മാർഗത്തെ ആയിരിക്കട്ടെ നാം സേവിക്കുന്ന മാർഗം. ആമേൻ. കർത്താവ് പറയും, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആമേൻ. ക്രിസ്തുവിൽ വസിക്കാത്തവന് ക്രിസ്തുവുമായി ബന്ധമില്ല. ഞാൻ അവനിലും നിങ്ങൾ എന്നിലും വസിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ നിങ്ങളെ അറിയാത്തവനെന്ന്, ഞാൻ നിങ്ങളെ അറിയാത്തവളെന്ന് പറയുന്ന ആ ദിവസം നമ്മുടെ മുൻപിൽ ആഗതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആമേൻ. ഇതിന്റെ 7 മുതലുള്ള വേദഭാഗം നമുക്കിത് വായിക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ 24-7 മുതൽ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ. ഇവിടെ ഒരു മഹത്വത്തിന്റെ രാജാവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ പണ്ടേയുള്ള ഒരു വാതിലിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. പണ്ടേയുള്ള വാതിലുകളെ ഇന്ന് രാത്രികാലം വിവരിപ്പാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. റോമാ ഗവൺമെന്റിന് ഒരു നിയമം ഉണ്ടായിരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കുന്നവർക്ക് ഉയർന്ന കവാടത്തിലൂടെ ഒരു പ്രവേശനം അവർക്ക് നൽകുമായിരുന്നു. അവരെ രാജാവ് എവിടെയും ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി വരുമ്പോൾ വലിയ കമാനങ്ങൾ ഉണ്ടാക്കി, വലിയ ആർച്ച് പോലെയുള്ള വലിയ വാതിലുകൾ ഉണ്ടാക്കി രംഗപ്രവേശം ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ലോകത്തിലുള്ള അങ്ങനെ ഒരു രാജാവിനെയോ ഒരു നേതാവിനെയോ
ഒരു ജയാളിയെയോ അല്ല. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ കഷ്ടം സഹിച്ച ഒരു നസ്രേനായ യേശു ക്രിസ്തു ജയാളിയായി, ഹല്ലേലൂയ, ആമേൻ, അവൻ സകലത്തെ കാൽ കീഴാക്കി അവൻ വേഗം വരുവാൻ പോകുന്നു. അവൻ നിത്യ രാജാവായി വാഴുവാൻ വേഗം വരുന്നു. ആ രാജാവിനെ എതിരേൽക്കുവാൻ പണ്ടേയുള്ള കഥകളെ ഉയർത്തിരിപ്പീൻ എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തിനു വേണ്ടി ഇനിയും വരുവാൻ പോകുന്നത് രാജാവ്, നമുക്ക് വേണ്ടി വരുവാൻ പോകുന്നത് രാജാവായിട്ടല്ല, ആത്മമണവാളനായിട്ടാണ്. എന്നാൽ ഹല്ലേലൂയ, അവൻ രാജാവായി വാഴുവാൻ വരുന്നതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ദൈവമക്കളെ ഒരു കാര്യം ഓർപ്പിപ്പാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവായി സിയോനിൽ വാഴുവാൻ വരുന്നതിന് മുമ്പ് 7 വർഷം മുമ്പ് തന്റെ മണവാട്ടിയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ വീണ്ടെടുപ്പാണ്, അല്ലെങ്കിൽ ഹല്ലേലൂയ ചേർക്കപ്പെടല് മധ്യാകാശത്ത് നടക്കുമെന്ന് നാം ഓർത്തുകൊള്ളണം. ആകയാൽ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമാണ് കടന്നു പോകുന്നതെന്ന് ദൈവമക്കൾ ചിന്തിച്ചു കൊള്ളണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനം വളരെ അടുത്തിരിക്കുന്നു. അവന്റെ ശബ്ദം അവന്റെ കാലൊച്ച ബാധിക്കലായിരിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ, 7 മുതലുള്ള വേദഭാഗത്ത് പറയുകയാണ്, ഹല്ലേലൂയ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ഹല്ലേലൂയ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഹല്ലേലൂയ യഹൂദരും ജാതികളും എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുമ്പോൾ, ലോകം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ, ലോക സംഭവങ്ങൾ അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ലോക സംഭവങ്ങൾ അതിനുവേണ്ടി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമൈതലെ ഓർത്തുകൊള്ളുക, 7 വർഷം മുമ്പ് ഹല്ലേലൂയ ദൈവസഭയുടെ വീണ്ടെടുപ്പാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം 3 മുതലുള്ള വേദഭാഗത്ത് വായിച്ചതുപോലെ അവന്റെ സന്നിധി നിൽക്കേണ്ടതിന്, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറേണ്ടതിന് എത്ര വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കണം. ഹല്ലേലൂയ, 15-ാം സങ്കീർത്തനത്തിൽ 10 വിധമായ കാര്യങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ളവർ എങ്ങനെ എപ്രകാരമായിരിക്കണം, എപ്രകാരം തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് 15-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. അതെ, ഹല്ലേലൂയ, പിന്നീട് അവസരത്തിൽ നിങ്ങൾ വായിച്ച് ഗ്രഹിച്ചാൽ മതിയാകും. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ നിർത്തുകയാണ്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ രാജാതി രാജാവായി. ഇവിടെ ആരാണ് കർത്താവായ രാജാതി രാജാവ് എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവ തന്നെ. ഹല്ലേലൂയ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ, നാം ഹല്ലേലൂയ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തില് ഹല്ലേലൂയ അത് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം 11 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. അത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ആശ്രയനായ യേശുവാണ് ഈ മഹാരാജാവെന്ന് ദൈവവചനം നമ്മെ ഇന്ന് രാത്രി ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ മധ്യത്തിൽ വന്ന നാസറേനായ യേശുവാണ് ഹല്ലേലൂയ ഈ മഹാരാജാവായി
യെരൂശലേമിലേക്ക് വാഴുവാനായി വരുന്നത്. എന്നാൽ നമുക്ക് ഹല്ലേലൂയ ആമേൻ അത് അർമഹദോൻ യുദ്ധത്തിന് ശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഇന്ന് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അവൻ സകല ശത്രുക്കളെ അവൻ ഇവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ അവൻ സൈന്യങ്ങളുടെ യഹോവ തന്നെ എന്ന് പറയുന്നതിന് കാരണം അവൻ സൈന്യ സമേതനായി സകല ദൂതന്മാരോടുകൂടെ തന്റെ ശക്തിയുടെ പ്രഭയോടുകൂടെ അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ അവൻ തന്റെ ശത്രുക്കളെ മുഴുവൻ കാൽക്കീറ് വെണ്ണീറാക്കുന്ന ആ ദിവസത്തിൽ അവൻ രാജാവായി അവിടെ വാഴുകയാണ്. ഹല്ലേലൂയ കിഴക്കേ വാതിലിലൂടെ യെരൂശലേമിലേക്ക് പ്രവേശിച്ച് 1000 വർഷത്തെ ഭരണം അവിടെ ആരംഭിക്കുകയാണ്. അതാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അന്ന് അവന്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ ഇടയായിത്തീരണമെങ്കിൽ 7 വർഷം മുമ്പ് നാം എടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകണം. നാം കുഞ്ഞാടിനോടുകൂടെ കല്യാണ സദ്യക്ക് ഹല്ലേലൂയ ഈ ബന്ധിഭോജനത്തിൽ ഇരിക്കണമെങ്കിൽ ഹല്ലേലൂയ അർമഹദോൻ യുദ്ധത്തിന് മുമ്പ് 7 വർഷം മുമ്പ് നാം അവന്റെ സഭയായി എടുക്കപ്പെട്ടവരായിരിക്കണം. ഇന്ന് രാത്രികാലം എനിക്കതാണ് ഓർപ്പിപ്പാനുള്ളത്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെതാണ് സകലതും. ഹല്ലേലൂയ, സകല സൃഷ്ടി അവന്റേതാണ്, ഭൂമി അവന്റേതാണ്, ഭൂമിയുടെ പൂർണ്ണത അവന്റേതാണ്, ഭൂമിയിലെ സകല മനുഷ്യരോറിൻ്റെതാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൗത്യം ഇതാണ്. ഹല്ലേലൂയ, നാം ഫോൺ ചെയ്താലും നാം എന്ത് സംസാരിച്ചാലും ക്രിസ്തുവിന്റെ സാക്ഷികളാകുക. മറ്റുള്ളത് ഉപേക്ഷിക്കുക. നിർമ്മല ഹൃദയമുള്ളവരായിരിക്കുക, വെടിപ്പുള്ള കൈയുള്ളവരായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകും. നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമോർത്ത് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തിരുവചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദേവദാസിനെയും കുടുംബത്തെയും ദൈവം പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് now we will have the English song. Our dear brother Prince John will lead us in English song, Christ our Redeemer died on the cross. Prince John. Praise the Lord. I thank God for this evening that God has given me on this Friday to join you all on the Zoom call. Prince, can you little more louder? Yeah. Can you hear me now? Is that better? Yeah, better. All right. I praise God for this evening that God has given me to be here with you all on the Zoom call, especially on the last Friday of the year. God has been gracious and kind to the family, and I praise God for keeping us through this time. Let's all sing the song of our Christ and our Redeemer who died on the cross for us. Amen. Christ, our Redeemer, died on the cross, died for the sinner, paid all his dues. Sprinkle your soul with the blood of the Lamb, and I will pass over you. When I see the blood, when I see the blood, when I see the blood, I will pass over you. Chiefest of sinners, Jesus will save. All he has promised that he will do.
wash in the fountain, open for sin, and I will pass over you. When I see the blood, when I see the blood, when I see the blood, I will pass over you. Judgment is coming, all will be there, each one receiving justly his due. Hide in the saving, sin cleansing blood, and I will pass over you. When I see the blood, when I see the blood, when I see the blood, I will pass over you. Oh, great compassion, oh, boundless love, oh, loving kindness, faithful and true. Find peace and shelter under the blood, and I will pass over you. When I see the blood, praise the Lord. When I see the blood, hallelujah. When I see the blood, I will pass over you. When I see the blood, when I see the blood, hallelujah. When I see the blood, I will pass over you. Amen. Thank you. Thank you, Prince, for your wonderful and meaningful hymn. May God bless you. Now we will have the English message. Our dear brother Liju Koshi will deliver the English message. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. God had been good to us as a family throughout the whole year. And as you all know, today it's December 25th. The world around celebrates Christmas. Though we know that the date has been selected from various Gentile rituals and practices. But nevertheless, as Pastor told, we thank the Lord for sending Christ into our lives. So for today's thought, I would like to share from the book of Matthew, the first chapter. And here it refers to the genealogy of Jesus Christ. And it says about how Jesus Christ was born as a son of David and the son of Abraham. And then Matthew proceeds to tell that in the genealogy that there are three sets of 4 generations, beginning with Abraham. However, I would like to point to main points with regards to what Matthew has written. One is there are some names that had been excluded from this genealogy of Jesus. So if you read the second set of those genealogy names, you'll see that just after Jehoshaphat, Joram, you'll see that there are 3 kings' names, Ahaziah, Joash, and Amaziah. Their names were excluded. And then immediately it goes to, from Joram, it goes to Uzziah or Azariah.
So why is these three kings' names excluded from the genealogy of Jesus Christ? So if you learn in Second Chronicles, we can see that Jehoshaphat, among the three kings which were mentioned as who walked according to the ways of David, Jehoshaphat, Hezekiah, and Josiah. Jehoshaphat walked according to the word of God. However, he had a close alliance with the family of Ahab, and he married off his son Joram to Athaliah, that is Ahab's daughter. And we see in Chronicles that the next three kings walked according to the ways of King Ahab. And at the same time, because of King Ahab being so wicked, extremely wicked, and since he's also married to Jezebel, who came from Tyre and Sidon and had brought in the Baal worship, God sent Elijah saying that he would completely destroy the lineage of King Ahab. And somehow his lineage creeps into the eternal lineage of which God had made covenant with David. And even though it creeped in and God destroyed Ahab's lineage, here Matthew, when he recites the genealogy, he excludes these three names, because if you remember among the 10 commandments, Exodus 20 verse 4 to 6 says that God will visit the iniquity of the fathers on the children up to the third and the fourth generations of those who hate him. So Matthew does not omit by mistake. He says, re-emphasizes, telling that there were 14 generations from David to the exile. Okay, so this shows that because of the bad, even though Jehoshaphat was a godly person, because of the bad influence that he gave over to Joram, we see that three of the names had been eliminated from the genealogy of Christ. What are our influences on our children or generations? It's a point, something that we can consider. At the same time, there is some inclusion which is not quite normal, but among the 42 different men that were being mentioned, there were 4 women who were also having Gentile influences. One is Tamar, Rahab, and Ruth, who came from Gentile background, and Bathsheba, who was married to a Gentile man. So what is special about Tamar is she was a person who was concerned about sustaining the name of her dead husband, and struggled to get a generation for him to sustain his name. Then we have Rahab, who had a concern to save her own family. Then Ruth, who had a concern for her in-laws. Bathsheba, who had a concern for the next king and the kingdom. And finally, we can see that after angel announces to Mary about the birth of Jesus, she submitted herself for the salvation of the whole humanity, including the Gentiles. So we can just see here, God had gave her, respect what these ladies have had concern for, and God incorporated their names in the genealogy of Christ. We can consider this like, what is our scope of prayer, or our influence of our circle of influence through prayer? Is it limited to do we limit ourselves only to our family or generations, or can we evaluate ourselves? Where do we stand, and can we also expand our influence of prayer? When we pray, God notes it down and he hears it. So if you read Galatians chapter 3 verse 8, as we said that genealogy started with Abraham, the scripture foreseeing God would justify the heathen or the Gentiles through faith, preached before the gospel unto Abraham, saying, in thee all the nations, or all families of the world will be blessed. Abraham that's in Galatians chapter 3 verse 8. Abraham had a tough time believing in the beginning that God would be able to do it. And in Genesis chapter 17 verse 18, he suggests to God, that Ishmael might live before thee.
So the meaning of the word, okay, Ishmael in the Bible is the first name which is being given to a baby even before the birth. We can see it in Genesis chapter 16, verse 11, when the angel appears to Hagar and tells that you should name your, God has heard your cries and affliction, and you shall name your child Ishmael, which means God hears. It's another word for Samuel. So God hears. But God said to Abraham, it's not Hagar, but through Sarah that God will bless his generation. And in verse 20, I repeat, it's Genesis chapter 17, verse 20. And as for Ishmael, whom I have heard thee, behold, I have blessed him. So even though Ishmael was not the promised child, God heard even his father and his mother and told them, I have blessed him. So whom do we ask for before God? God notes it down. And the second baby to be born with the name which was given prior to his birth was Isaac, and which is meaning laughter. So God also saw the laughter of Abraham and Sarah and gave the name Isaac. But I join along with John, the apostle, when he wrote the epistles to say that, as he quoted, I have no greater joy than those to hear that that his children walk according to the truth. Okay, so when we come to Genesis chapter 18, verse 19, God has a different perspective about Abraham. He says in 18 verse 19, for I know him, okay, I've chosen him, I've known him, I know him, that he will command his children and his household after him, and they shall keep the way of the Lord to do justice and judgment. Even after 3,000 years later, we being part of the spiritual Israel, or part of the spiritual children of Abraham by faith, even today, the word which Abraham had passed on, the faith that he's passed on, and the prayers that he has passed on, ensured that the promise of God is being fulfilled. So it's something that I request all of us, that we ask God, if there might be circumstances when unbelievers or our teenage children, they may tell not to preach the gospel, or don't talk to them, or they may shut the door, or they make fun of you when you preach the gospel to them. But they cannot stop your prayer. Your prayer can reach out to them even when all the doors are closed. So it is, how can we influence our immediate family, in-laws, our generations down the line, even if we pass out, not just our immediate generation, even after generation, our progeny, we can still leave an influence when we offer to God and ask God, and he will hear us. And I'll conclude with 1 Timothy chapter 2 verse 4, which says that it's God's will that we pray for everyone, and who will have all men to be saved and to come unto the knowledge of the truth. Let's pray that increase our influence of prayer, and God save many, and let our voice be heard before God. And thank the Lord that we are all part of Christ's children, and God bless you all by these words. Thank you, Liju Koshi, for your encouraging message. May God bless you and your family.